എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള നമ്മുടെ പുതിയ യൂട്യൂബ് സീരീസിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യാത്രയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഓരോ താളുകളിലൂടെയും നാം സഞ്ചരിക്കും. ഇന്ന് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഭാഗമായ ആർട്ടിക്കിൾ 1 കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ആർട്ടിക്കിൾ 1? നമ്മുടെ ഭരണഘടനയുടെ ആദ്യ വരികൾ തന്നെ ഇന്ത്യയെ നിർവചിക്കുന്നത് ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ്. ഈ ലളിതമായ വാക്യത്തിന് പിന്നിൽ വലിയൊരു തത്വചിന്തയുണ്ട്. എന്തുകൊണ്ടാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്? നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിച്ചത് വളരെ ബോധപൂർവമായ ഒരു തീരുമാനമായിരുന്നു. ലോകത്തിലെ മറ്റ് ഫെഡറൽ സംവിധാനങ്ങളിൽ നിന്ന് ഇന്ത്യയെ ഇത് വേർതിരിക്കുന്നു. ഉദാഹരണത്തിന്, അമേരിക്കൻ ഫെഡറേഷനിലെ സംസ്ഥാനങ്ങൾ ഒരു ഉടമ്പടിയിലൂടെയാണ് ഫെഡറേഷൻ രൂപീകരിച്ചത്. എന്നാൽ ഇന്ത്യൻ യൂണിയൻ അങ്ങനെയല്ല, സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയതല്ല. അതിനാൽ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് യൂണിയനിൽ നിന്ന് വേർപിരിയാൻ യാതൊരു അവകാശവുമില്ല. ഈ തത്വം രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും ഉറപ്പുവരുത്തുന്നു. ടെറിട്ടറി ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഭരണഘടനയുടെ 1-ാം ആർട്ടിക്കിൾ യൂണിയൻ ഓഫ് ഇന്ത്യ, ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നീ രണ്ട് പ്രധാന ആശയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാൽ നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങൾ മാത്രമാണ്. എന്നാൽ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നത് ഇതിലും വിശാലമായൊരു പദമാണ്. അതിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാവിയിൽ ഇന്ത്യ ഏറ്റെടുക്കുന്ന മറ്റു പ്രദേശങ്ങളും ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 1 ഭരണഘടനയുടെ 1-ാം ഭാഗത്തിലെ മറ്റ് 3 ആർട്ടിക്കിളുകളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ഈ ആർട്ടിക്കിളുകൾ പാർലമെന്റിന് രാജ്യത്തിന്റെ അതിരുകൾ മാറ്റുന്നതിനും പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനും അധികാരം നൽകുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആർട്ടിക്കിൾ 1-ഉം അനുബന്ധ ആർട്ടിക്കിളുകളും പല പ്രധാന സംഭവങ്ങൾക്കും കേസുകൾക്കും കാരണമായിട്ടുണ്ട്. അതിലൊന്നാണ് 1956-ലെ സംസ്ഥാന പുനഃസംഘടനാ നിയമം. ഈ നിയമം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ അതിരുകൾ പുനഃക്രമീകരിച്ചു. ഇത് ആർട്ടിക്കിൾ 1-ൽ വിഭാവനം ചെയ്ത ചലനാത്മകതയുടെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. നമ്മുടെ ഈ കൊച്ചു കേരളവും രൂപപ്പെട്ടത് 1956-ലെ സംസ്ഥാന പുനഃസംഘടനാ നിയമം മൂലമാണ്. അതുപോലെ തന്നെയാണ് 1961-ലെ ഗോവയുടെ സംയോജനവും. 1961-ൽ സൈനിക നടപടിയിലൂടെ പോർച്ചുഗീസിൽ നിന്ന് ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി. ഇത് ആർട്ടിക്കിൾ 1-ലെ 3C പ്രകാരമാണ്. അടുത്തത് 1975-ലെ സിക്കിമിന്റെ സംയോജനമാണ്. സിക്കിം ആദ്യം ഇന്ത്യയുടെ ഒരു അസോസിയേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറി. പിന്നീട് 1975-ലെ 36-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സിക്കിം ഇന്ത്യയുടെ 22-ാമത്തെ സംസ്ഥാനമായി മാറുകയാണ് ഉണ്ടായത്. ഇത് ആർട്ടിക്കിൾ 1 മൂലമാണ് സാധ്യമായത്. ഈ അടുത്ത് വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു പുനഃസംഘടനയാണ് 2019-ൽ നടന്നത് ജമ്മു കാശ്മീരിന്റെ പുനഃസംഘടനാ നിയമം. ഈ നിയമം ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിച്ചു. ഇവിടെ ആർട്ടിക്കിൾ 1 മാത്രമല്ല, ആർട്ടിക്കിൾ 3-ന്റെ പരിധി കൂടി, ആർട്ടിക്കിൾ 3 കൂടി ഉപയോഗിച്ചാണ്. കാരണം ജമ്മു കാശ്മീരിലെ പ്രത്യേക നിയമങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിയമങ്ങൾക്ക് അതീതമായിട്ട് അവർ ഇന്ത്യൻ യൂണിയനോട് ചേരാൻ തുടക്കത്തിൽ വിസമ്മതിച്ചതിന്റെ ഭാഗമായിട്ട് ജമ്മു കാശ്മീർ പ്രത്യേക നിയമമാണ് നടപ്പിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 3-ന്റെ സഹായത്തോടു കൂടിയാണ് ജമ്മു കാശ്മീരിനെ പുനഃസംഘടിപ്പിച്ചത്. ആർട്ടിക്കിൾ 1-നെ കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ ചില വിധിന്യായങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1973-ലെ കേശവാനന്ദ ഭാരതി കേസ്. ഈ കേസിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റാൻ പാർലമെന്റിന് അധികാരമില്ലെന്ന് കോടതി വിധിച്ചു. ആർട്ടിക്കിൾ 1-ൽ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഈ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് കോടതി വ്യക്തമാക്കി. ഇങ്ങനെയുള്ള സംഭവങ്ങളും നിയമ പോരാട്ടങ്ങളും ഇന്ത്യൻ ഭരണഘടന ഒരു ജീവിക്കുന്ന രേഖയാണെന്ന് തെളിയിക്കുന്നു. ഓരോ എപ്പിസോഡിലും ഓരോ ആർട്ടിക്കിളുകളെ കുറിച്ച് വിശദമായി പറയാനാണ് ഈ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഈ ചാനലിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.